ഇടുക്കി തൊടുപുഴ നഗരസഭാ ഭരണം യുഡിഎഫിന്. കോൺഗ്രസിലെ കെ ദീപക് ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടു. 12-നെതിരെ 14 വോട്ടുകൾക്കാണ് വിജയം. തെരഞ്ഞെടുപ്പിൽ നിന്ന് ബിജെപി കൗൺസിലർമാർ വിട്ടുനിന്നു. ഭൂരിപക്ഷമുണ്ടായിട്ടും രാഷ്ട്രീയ അനിശ്ചിതത്വവും ഗ്രൂപ്പിസവും കാരണം 4.5 വർഷം പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്ന യുഡിഎഫ് ഒടുവിൽ തൊടുപുഴ നഗരസഭയുടെ ഭരണം തിരിച്ചുപിടിച്ചു. കോൺഗ്രസിലെ കെ ദീപക് നഗരസഭ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടു. നിലവിൽ 34 അംഗങ്ങളുള്ള നഗരസഭയിൽ LDFന്റെ 12 വോട്ടുകൾക്കെതിരെ 14 വോട്ടുകളുമായാണ് ദീപക് നഗരസഭ ചെയർമാനായത്. BJPയുടെ 8 അംഗങ്ങൾ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. കുറച്ചുകാലം മാത്രമേ മുന്നിലുള്ളൂവെങ്കിലും നഗരത്തിന്റെ വികസനത്തിനാകും പ്രഥമ പരിഗണന എന്ന് ദീപക് പറഞ്ഞു. തീർച്ചയായും വളരെ ചുരുങ്ങിയ സമയമാണ് ഞങ്ങളുടെ മുമ്പിലുള്ളത്. അത് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഏറ്റവും പെട്ടെന്ന് തന്നെ അത് ചെയ്തു തീർക്കണം എന്നുള്ളതാണ്. അല്ല, ഇത് സംബന്ധിച്ച് എൻ്റെ പേര് പോലും UDF നേതൃത്വമാണ് പ്രഖ്യാപിച്ചത്. അപ്പോൾ UDF നേതൃത്വം എന്ത് തീരുമാനം പറയുന്നോ ആ തീരുമാനമായിരിക്കും എല്ലാ കാലത്തും ഞങ്ങൾ ചെയ്യുന്നത്. കോൺഗ്രസ് വിമതനെ ചെയർമാനാക്കി 4 വർഷവും പിന്നീട് മുസ്ലിം ലീഗിന്റെ കൗൺസിലർമാരുടെ പിന്തുണയോടെ 6 മാസവും LDF ഭരിച്ച നഗരസഭയാണ് തൊടുപുഴ. സംസ്ഥാന നേതൃത്വത്തിന്റെ ഇടപെടലിനെ തുടർന്ന് മുസ്ലിം ലീഗിനെ ഒപ്പം നിർത്താൻ കഴിഞ്ഞതാണ് അവസാന ഘട്ടത്തിൽ ഭരണം തിരിച്ചുപിടിക്കാൻ UDFന് തുണിയായത്. LDF ചെയർപേഴ്സണായിരുന്ന സബീന ബിഞ്ചുവിനെ അവിശ്വാസത്തിലൂടെ പുറത്താക്കിയതിനെ തുടർന്നാണ് നഗരസഭയിൽ പുതിയ ചെയർമാനെ തിരഞ്ഞെടുത്തത്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.